ശ്രീ ഷാബു പ്രസാദ്, ഇതൊരു തെരഞ്ഞെടുപ്പ് കണ്ടുള്ള ഗിമ്മിക്കാണെങ്കിൽ പോലും അവിടെയുള്ള ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അതിനൊപ്പം നിൽക്കുകയാണ്. സ്റ്റാലിൻ എന്താണോ പറയുന്നത് അതിനൊപ്പം നിൽക്കുകയാണ്. ഒരു മാസമെങ്കിലും തമിഴ്നാട്ടിൽ പോയി നിന്നിട്ടുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം ഈ ദ്രാവിഡ വികാരം എന്ന് പറയുന്നത് ഇല്ലാത്തതല്ല, അത് അവരുടെ രക്തത്തിലുള്ള കാര്യമാണ്. അതിനെ മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് DMK പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ആയിക്കോട്ടെ, അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അണ്ണാമലയുടെ ശബ്ദം ഒറ്റപ്പെട്ടു പോകില്ലേ? ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, നാമും ഈ തമിഴ് ജനതയും തമിഴ്നാട്ടുകാരും എല്ലാം ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. 21ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. 60കളിലെയും 70കളിലെയും ഒക്കെ അന്ന് പെരിയോറും കരുണാനിധിയും ഒക്കെ ആളിക്കത്തിച്ച ആ തമിഴ് വികാരത്തിനെതിരെ അതിനനുസരിച്ച് അവരുടെ അവരുടെ വടിക്കൊത്ത് തുള്ളുന്ന ആ തമിഴിന്റെ അന്നത്തെ ആ കാലം അല്ല ഇത് ലോകം കണ്ട തമിഴരാണ്. ഇവർക്ക് ആഗ്രഹമുണ്ടാവും, ഇവരുടെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളൂ. അതായത് സ്വന്തം ഭരണ നേട്ടം പറഞ്ഞു, സ്വന്തം ആ ഒരു നടപ്പാക്കിയ ജനക്ഷേമകരമായ കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങളെ സമീപിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയം ഈ രീതിയിലേക്ക് മാറിയത്. എന്നാൽ ഇപ്പൊ കാലം മാറിയിരിക്കുകയാണ്. ഇവിടെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ട്വിറ്റർ ക്യാമ്പയിൻ ഒക്കെ നടന്നിരുന്നു. ആ ട്വിറ്റർ ക്യാമ്പയിനിൽ അതായത് ഗെറ്റ് ഔട്ട് മോദി എന്നും പറഞ്ഞുകൊണ്ട് ഇവരും DMKയും, എന്നാൽ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്നും പറഞ്ഞുകൊണ്ട് അണ്ണാമലയും സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അകത്ത് വളരെ വലിയ പിന്തുണയാണ് അണ്ണാമലയുടെ ആ ഒരു മൂവ്മെന്റിന് കിട്ടിയത്. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ ഈ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു തമിഴ് മുഖമായി കറക്റ്റ് ആ ഒരു പക്ക തമിഴൻ തന്നെ വരുന്നത് ഇതുവരെ ആദ്യമായിട്ടാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ മുഖമായിട്ടും വന്നിട്ടില്ല ആരുടെയും. അവിടെയാണ് ശരിക്ക് അണ്ണാമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ആ തമിഴ്നാടിന്റെ ആ ഒരു വ്യക്തിത്വത്തിന്റെ തമിഴ്നാടിന്റെ ഒരു റിഫ്ലക്ഷനാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ ആ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ആ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള, ആ കാലിബറുള്ള, വിദ്യാഭ്യാസമുള്ള, ലോകവിവരമുള്ള, അങ്ങനെ അനുഭവ സമ്പത്തുള്ള, കമ്മിറ്റ്മെന്റ് ഉള്ള ആ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ് അണ്ണാമല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഘടകങ്ങളെല്ലാം കൂടെ വർക്ക് ചെയ്യുമ്പോൾ 60കളല്ല ഇത്. 60കളിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ലാത്ത ഈ DMKക്ക് അത് ബോധ്യപ്പെടാൻ കുറച്ച് സമയം കൂടെ മതിയാകും. ആ കാലം കടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഇത് നമുക്കിനിയും കാത്തിരുന്ന് കാണാവുന്ന കാര്യങ്ങൾ. ശ്രീ ഷാബു പ്രസാദ്, നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ദേശീയ വിദ്യാഭ്യാസ നയം കാവ്യ നയമാണ്, അത് അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് തമിഴ്നാട് പറയുമ്പോൾ ഇതിനൊരു വിഷയമുണ്ട്. കേന്ദ്ര സർക്കാർ പോലും പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമെന്നാണ്. ഈ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന് സ്വാഭാവികമായിട്ടും ഇത് പറയാനുള്ള ഒരു അധികാരമുണ്ടല്ലോ. ഞങ്ങൾ നടപ്പാക്കിയതാണ് ശരി, അതല്ലാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇതൊരു താരതമ്യ പഠനം പോലും നടത്താത്ത രീതിയിലാണ് വിദ്യാഭ്യാസ നിലവാരം നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇനി അടിച്ചേൽപ്പിക്കാൻ പോകുന്ന നയം അല്ല ഗുണകരമായിട്ടുള്ളത് എന്ന് പറയുന്നിടത്തൊരു മെറിറ്റ് ഇല്ലേ? ഒരു കാര്യമുണ്ട്, എന്താണ് ഇവർ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നത്? ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം എന്താണെന്നറിയോ? പ്രാദേശിക ഭാഷകൾക്ക് പ്രാമുഖ്യം വേണം എന്നുള്ളത് തന്നെയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിൽ വേണം എന്നുള്ളതാണ്. കഴിയുന്നതും ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ കഴിഞ്ഞ ദിവസമാണല്ലോ അമിത്ഷാ പറഞ്ഞത്, ഇവിടെ ഇത്ര വലിയ ഭാഷാ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ MBBSന്റെയും എഞ്ചിനീയറിംഗിന്റെയും അതേപോലുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെയും എല്ലാം സിലബസ് അല്ല, അതിന്റെ മാധ്യമം തമിഴിലേക്ക് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് പറഞ്ഞത്. പ്രാദേശിക ഭാഷകൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കിട്ടണം എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരു സെമിനാറിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഡൽഹിയില്. ഇന്ത്യയിലെ മുഴുവൻ ഭാഷകളെയും പ്രാദേശിക ഭാഷകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളരെ വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അനുവാദിനി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭാഷ, ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനെക്കാളിലൊക്കെ വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഇന്ത്യൻ റിയാലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്.
ആ ട്രാൻസ്ലേഷൻ, അതായത് റിയൽ ടൈം ട്രാൻസ്ലേഷൻ സ്പീച്ചിൽ അന്നേരം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു സംഭവം നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അനുവാദിനി ചെയ്താൽ കിട്ടും. പ്രാദേശിക ഭാഷകൾക്ക് അതേപോലെ ഓരോരുത്തർക്കും മാതൃഭാഷകൾക്ക് അങ്ങേയറ്റം പ്രാധാന്യമാണ് കൊടുക്കുന്നത്. വളരെ അതിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിൽ വേണം എന്നുള്ളത്. മാതൃഭാഷയിലെ അത് കഴിഞ്ഞിട്ട് മതി പിന്നുള്ള ഈ ത്രിഭാഷാ പദ്ധതിയിലേക്ക് കടക്കാൻ. പ്രാഥമിക വിദ്യാഭ്യാസം ഒരു കുട്ടി, നമ്മുടെ കേരളത്തിലെ എത്ര രക്ഷിതാക്കൾക്ക് അത് രുചിക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം ഒരു ആൺകുട്ടി കല്യാണം കഴിക്കുമ്പോഴേ അടുത്ത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നവരാണ്. മലയാളം അറിയില്ല എന്ന് പറയുന്നതിൻ്റെ അഭിമാനം കൊള്ളുന്ന വളരെ വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അവിടെയാണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷ അതാത് മാതൃഭാഷകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം വരുന്നത്. അവിടെ അങ്ങനെ വരുമ്പോൾ ആ രീതിയിലും കൂടെ ഒരു പ്രചരണം, ആ യാഥാർത്ഥ്യം കൂടെ ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അവിടെ ആരെ സപ്പോർട്ട് ചെയ്യണം? ഏതാണ് അതിന്റെ ഈ ഇവരുടെ പ്രചരണത്തിന്റെ കുന്തമുനെ ഒടിക്കാൻ ഇത് മതിയല്ലോ. ഓക്കെ, നോക്കാം അങ്ങനെ കുന്തമുന ഒടിയുമോ പ്രചാരണത്തിന് എന്നുള്ളത് കൂടിയാണ്. തിരികെത്തും ശ്രീ